യാത്ര പലപ്പോഴും അതൊരു തിരിച്ചറിവിലേക്കുള്ള പ്രയാണമാണ്. കാരണം കൺമുന്നിൽ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും ജീവിതങ്ങളും യാത്രികന് ബോധ്യങ്ങളായി മാറുന്നു. ഒറ്റപ്പെട്ട ഒരു മനുഷ്യജീവിതം എന്നതിലുപരി അവൻ ഒരു വലിയ ചങ്ങലയുടെ അവിഭാജ്യമായ കണ്ണിയാണെന്ന തിരിച്ചറിവ്. ഈ വലിയ ലോകത്തിൻ്റെ ഏതു കോണിലും ദൈവിക സാന്നിധ്യം വിദൂരമല്ലെന്ന ബോധ്യം. ഇനിയും അളക്കപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യൻ്റെ ഉൾക്കാഴ്ചകളുടെ ആഴങ്ങളിൽ ഈ ലോകത്തിൻ്റെ വിശാലതയ്ക്ക് വലിയ സ്ഥാനമുണ്ടെന്ന അമൂല്യമായ കാഴ്ചപ്പാട്. വിദൂരങ്ങളിൽ ഒരിക്കലും അറിയപ്പെടാതെ പോകുമായിരുന്ന അനേകായിരം മനുഷ്യജന്മങ്ങളും നന്മ എന്ന അദൃശ്യപാശത്താൽ തൻ്റെ ഹൃദയത്തോട് ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന തിരിച്ചറിവ്. അതെ, ഈ പ്രയാണം ഒരു തികഞ്ഞ ആത്മാവബോധത്തിലേക്കുള്ള സഞ്ചാരമാണ്. ദൈവം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ ഭൂമിയിലൂടെ, അവൻ്റെ സ്പർശം തിരിച്ചറിഞ്ഞ നിമിഷങ്ങളിലൂടെ, ആ സൃഷ്ടി വൈഭവത്തിൻ്റെ മാഹാത്മ്യത്തിലൂടെയുള്ള ഒരു തീർത്ഥയാത്ര. ഒറ്റയ്ക്കുള്ള യാത്രകൾ കേവലമൊരു സഞ്ചാരം എന്നതിനപ്പുറം ആ യാത്രകൾ സമ്മാനിക്കുന്ന കുറേയേറെ നന്മകളുണ്ട്. ആ നന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് സുരേഷ് ജോസഫിനെ യാത്രകളോട് അടുപ്പിച്ചു നിർത്തിയത്. മണിക്കൂറുകൾ നീണ്ട അപരിചിതമായ വഴികളിലൂടെയുള്ള യാത്രകൾ ഓരോ നിമിഷവും തന്നെ ദൈവത്തോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പിന്നിൽ തീക്ഷ്ണമായ ആത്മീയ ബോധ്യങ്ങളുണ്ട്. എൻ്റെ യാത്രകൾ മിക്കതും ഒറ്റയ്ക്കാണ് ഞാൻ നടത്താറുള്ളത്. പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്? എനിക്കൊരേ ഒരു ആൻസറേ ഉള്ളതിന്. നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ, അവരുമായിട്ട്, നമ്മുടെ സൊസൈറ്റൽ മെമ്പേഴ്സുമായിട്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട്, നമ്മുടെ ഓർഗനൈസേഷനിലുള്ള പ്രൊഫഷണൽസുമായിട്ട് നമ്മളെപ്പോഴും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യും. പക്ഷേ എങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ കൂടെ ഒരിക്കലും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കുകയോ അതിനുള്ള അവസരം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ യാത്രകളിൽ കൂടി അങ്ങനെ എനിക്ക് തന്നെയുള്ള ക്വാളിറ്റി ടൈം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഈ ക്വാളിറ്റി ടൈം എന്തിനാണ്? ക്വാളിറ്റി ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഒരു ഇൻട്രോസ്പെക്ഷന് വേണ്ടി മാത്രമാണ്. ഹൗ ആം ഐ ആസ് എ ഹ്യൂമൻ ബീയിങ്? ഹൗ ആം ഐ ആസ് എ പ്രൊഫഷണൽ? എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, ഒരു ഡീപ്പ് ഇൻട്രോസ്പെക്ഷൻ ചെയ്ത് നമ്മളിൽ എന്താണ് ഡെഫിഷ്യൻസീസ് ഉള്ളത്, അതെങ്ങനെ നമുക്ക് നികത്താൻ പറ്റും എന്നുള്ള ഒരു ഡീപ്പ് സ്റ്റഡി തന്നെ നമ്മളോട് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളതും വളരെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ച് അത് ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞ് അതിന് കിട്ടുന്ന ആൻസേഴ്സ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും വി ബിക്കം എ ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആൻഡ് എ ബെറ്റർ പേഴ്സൺ ഇൻ ദ വർക്ക് പ്ലേസ്. ഇതാണ് ഞാൻ ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് ചിലപ്പോൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുകയില്ലായിരിക്കും. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് തന്നെ എന്നിൽ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥനയിലേക്കുള്ള ഒരു ആ ഗാഠമായുള്ള വിശ്വാസം
എനിക്ക് കൂടുതൽ ഉറച്ചത് ഈ യാത്രയിൽ കൂടെയാണ്. ബിക്കോസ് എനിക്ക് ഓരോ ഇൻസ്റ്റൻസസിലും മനസ്സിലായി നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ടൊരു ഇൻവിസിബിൾ ഹാൻഡ് നമ്മുടെ മുകളിലുണ്ട്. അതിൽ നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് യാതൊരു കേടുപാടുകളും വരില്ല എന്നുള്ളത് എനിക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജാണ് എനിക്ക് ഈ യാത്രയിൽ കൂടെ കിട്ടിയിട്ടുള്ളത്. ഓരോ യാത്രകളിലും വ്യത്യസ്തമായ അപകട വഴികളും പ്രതിസന്ധികളും പതിയിരിപ്പുണ്ടാകും. മാനുഷികമായി അതിജീവിക്കുവാൻ ബുദ്ധിമുട്ടിയേക്കാവുന്ന, അതുവരെയും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങളിലൂടെയാണ് പുതിയ യാത്രകൾ സുരേഷ് ജോസഫിനെ എന്നും നയിച്ചിട്ടുള്ളത്. കാവൽ മാലാഖയുടെ സാന്നിധ്യം മുതൽ ചെറുപ്പത്തിൽ താൻ ശ്രവിച്ചിട്ടുള്ള വിശ്വാസപാഠങ്ങളെല്ലാം ഈ യാത്രകൾക്കിടയിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. ഫോർ ഇൻസ്റ്റൻസ്, ഞാൻ ഒരു പ്രാവശ്യം കന്യാകുമാരിയിൽ നിന്ന് ലേയിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ മാരുതി സ്വിഫ്റ്റിൽ സോളോ ഡ്രൈവിൻ്റെ റെക്കോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് വേണ്ടിയുള്ള യാത്രയായിരുന്നു. അപ്പോൾ ഞാൻ മണാലിയിൽ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു ലാൻഡ് സ്ലിപ്പ് കാരണം അവിടുത്തെ റോഡ് ക്ലോസ്ഡ് ആണ്, റോത്താങ് പാസിലേക്കുള്ള റോഡ് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഏതായാലും പിറ്റേ ദിവസം രാവിലെ റോഡ് ഓപ്പൺ ആവും, ഒരു 7 മണിക്ക് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വണ്ടിയുമായിട്ട് രാവിലെ ഒരു 4:30-5 ആയപ്പോഴത്തേക്കും ആ ബ്ലോക്കായ സ്ഥലം വരെ എത്തി. അപ്പോൾ അവിടെ ഇങ്ങനെ കാറുകൾ ഇഷ്ടം പോലെ കിടക്കുന്നു, ട്രക്സ് ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കുന്നു. ബിക്കോസ് കഴിഞ്ഞ 4 ദിവസമായിട്ട് വണ്ടികൾ അതുവഴി പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു 4:30 തൊട്ട് ഒരു 5:30 വരെ കാറിൻ്റെ അകത്ത് തന്നെ ഉറങ്ങിയിട്ട് പെട്ടെന്ന് എനിക്കെന്തോ കാറിൻ്റെ വെളിയിൽ കുറേ സൗണ്ടൊക്കെ കേട്ടു. ഞാൻ ഞെട്ടി എണീറ്റപ്പോഴത്തേക്കും കാണുന്നത് എൻ്റെ കാറിന് ചുറ്റും ആൾക്കാരാണ്. എന്നിട്ട് എല്ലാവരും എന്നെ ഒരുമാതിരി എന്തോ ഒരു വിശേഷ വസ്തു ഇങ്ങനെ കാറിനകത്തിരിക്കുന്ന പോലെ അവർക്ക് തോന്നിയിട്ട് ഞാനിപ്പം വിൻഡോ റോൾ ചെയ്ത് ഞാൻ അവരോട് ചോദിച്ചു എന്താണ് കാരണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഈ കാറിലാണോ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്? അവിടെ എങ്ങോട്ടാണ് പോകുന്നത്? ലേയിലേക്കാണെങ്കിൽ ഈ കാറിലാണോ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ലേയിലാണ് പോകുന്നത്, ഇത് പുതിയ കാറാണ്, എൻ്റെതാണ്. അപ്പോൾ അവർ പറഞ്ഞു, പുതിയ കാറായാലും പഴയ കാറായാലും ശരിയാണ്, പക്ഷേ ഈ വണ്ടി ഇപ്പം ലാൻഡ് സ്ലിപ്പുള്ള ആ ലൊക്കേഷൻ കടന്ന് കിട്ടില്ല. ബിക്കോസ് ഞങ്ങൾ ഇന്നോവ കൊണ്ട് പോയാൽ പോലും ഞങ്ങൾക്ക് ഡിഫിക്കൽട്ടാണ് ആ ലൊക്കേഷൻ കടക്കാൻ. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ നിങ്ങൾ വണ്ടി തിരിച്ച് പോകുന്നതായിരിക്കും നല്ലത്. അവിടെ ചെന്ന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇത്രയും വണ്ടികൾ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഇപ്പം ഫുഡ് ഐറ്റംസ് പോലും ലേയിലെത്താനായിട്ട് പറ്റുന്നില്ല. ഈ ട്രക്സൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാലേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവരുടെ വലിയ ക്രെയിനുണ്ട്, ആ ക്രെയിൻ എടുത്ത് നിങ്ങളുടെ വണ്ടി ആ അതിൻ്റെ ഹിൽ സ്ലോപ്പിലേക്ക് എടുത്ത് വയ്ക്കും. പിന്നെ നിങ്ങൾക്ക് വണ്ടിയും കിട്ടത്തില്ല, നിങ്ങൾക്ക് തിരിച്ചു പോകാനും പറ്റത്തില്ല എന്നെ എടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഡൗട്ട്, ഇതിപ്പം എന്നെക്കൊണ്ട് ഇത് പറ്റുമോ? പക്ഷേ എന്തോ മനസ്സിൽ ഒരു ധൈര്യം അന്നേരം വന്നു, സേയിങ് ദാറ്റ് നിങ്ങൾക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാനായിട്ട് മറ്റുള്ളവർ പറയുന്നത് നോക്കണ്ട, നിങ്ങളുടെ ഡ്രീമാണ്, നിങ്ങളുടെ പാഷനാണ്, നിങ്ങൾക്ക് പോകാനായിട്ടാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു എന്നാ പറയുന്ന ഒരു സൊളിലൊക്കി പോലെ നമ്മുടെ മനസ്സിലത് വരും. അപ്പോഴാണ് നമുക്ക് ആ ധൈര്യം കിട്ടുന്നത്. ഇല്ല, ഇവരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് അത് സാധിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും ഇവരുടെ ഈ അഡ്വൈസ് ഒന്നും കേൾക്കാതെ തന്നെ ഞാനും വണ്ടി എടുത്ത് പോയി ആ ലാൻഡ് സ്ലിപ്പ് ലൊക്കേഷനിൽ എത്തുന്നതിനൊരു 100 മീറ്റർ അപ്പുറത്ത് വേറൊരു വണ്ടി ഇങ്ങനെ കയറുന്നു, സ്ലിപ്പ് ചെയ്യുന്നു. അത് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറ്റംപ്റ്റ് ചെയ്യാനായിട്ടുള്ള ടേൺ വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വണ്ടി എടുത്ത് മുമ്പോട്ട് പോകുന്നു. പെട്ടെന്ന് അവിടെയുള്ള ഈ സ്ലറി ഒത്തിരി, ഈ ലാൻഡ് സ്ലിപ്പിൻ്റെ മഡ് ഒത്തിരി അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി സ്കിഡ് ചെയ്ത് ഒരു കൾവേർട്ടിൻ്റെ സ്ലാബിൽ പോയി ഇടിച്ച് വണ്ടി നിന്നു. എന്നിട്ട് ഈ ബേൺ ചെയ്യുന്ന റബ്ബറിൻ്റെയൊക്കെ സ്മെല്ല് വരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ട്രയൽ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞാനിങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്നില്ല. എന്ത് ചെയ്യുമെന്ന് ഓർത്തിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരാൾ വന്ന് വിൻഡോയിൽ ടാപ്പ് ചെയ്യുന്നൊരു ചെറിയൊരു മനുഷ്യൻ വന്ന് ടാപ്പ് ചെയ്തിട്ട് പറഞ്ഞു, ഞാനിവിടെ ഈ കലിങ്ക് ഉണ്ടാക്കുന്ന കോൺട്രാക്ടറിൻ്റെ സൂപ്പർവൈസറാണ്, ഞാൻ ഇതിൻ്റെ മുകളിൽ കയറാനായിട്ടുള്ള വഴി ഞാൻ പറഞ്ഞു തരാം, പക്ഷേ അത് ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യണം, എന്നാൽ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങേര് 10-20 പേരെ വിളിച്ച് ഈ വണ്ടി പൊക്കി അടിയിൽ പാക്ക് ചെയ്ത് പതുക്കെ ഉന്തി പുറകിലോട്ടാക്കി. എന്നിട്ട് ആ കൾവേർട്ടിൻ്റെ അവിടെ എൻ്റെ വണ്ടി പോയി ഇടിച്ച് ആ സ്ഥലത്തിൻ്റെ അവിടെ പാക്ക് ചെയ്ത് നല്ലപോലെ ഹൈറ്റൊക്കെ ഇൻക്രീസ് ചെയ്ത് പതുക്കെ ഞാൻ കാറ് സ്റ്റാർട്ട് ചെയ്ത് ആ കലിങ്ങിൻ്റെ മുകളിൽ കൂടെ കയറി അപ്പുറത്ത് ഇനി സ്ലോപ്പിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ആ സ്ലോപ്പിൻ്റെ മുകളിൽ നടക്കും, അവിടെ ഞാൻ എൻ്റെ വടി കൊണ്ടൊരു സിഗ്സാഗ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കും. ആ സിഗ്സാഗ് ആയിട്ടുള്ള ആ ലൈനിൽ മാത്രമേ നിങ്ങൾ വണ്ടി ഓടിക്കാവുള്ളൂ. നേരെ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടയറിൻ്റെ ട്രെഡിൻ്റെ അകത്തെല്ലാം ഈ മണ്ണ് കയറിയിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് സിഗ്സാഗായിട്ട് ഞാൻ വരയ്ക്കുന്ന ആ ഡിസൈനിൽ കൂടെ ഓടിച്ചു കയറണം. വിശ്വസിക്കുകയില്ല, 4 മിനിറ്റിനകം ഞാൻ ആ ഡിഫിക്കൽട്ടായിട്ടുള്ള ലൊക്കേഷനിൽ കൂടെ ഞാൻ ഓടിച്ച് മുകളിൽ കയറി. നമ്മുടെ കൂടെ ദൈവമുണ്ട്, നമ്മുടെ കൂടെ കാവൽമാലാഖയുണ്ട്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ആരോ എന്നുള്ള ആ ഒരു വിശ്വാസം കൂടുതൽ നമ്മൾ ഉറക്കുകയാണ്. ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ വരുമ്പോൾ ഇത് കൂടുതൽ നമ്മൾ ഫൗണ്ടേഷൻ കൂടുതൽ സ്ട്രോങ്ങർ ആകുകയാണ് ചെയ്യുക. ജീവിതത്തിലും യാത്രകളിലും മനുഷ്യനെ വിടാതെ പിന്തുടരുന്ന യാഥാർത്ഥ്യങ്ങളാണ് പലവിധങ്ങളായ അനിശ്ചിതാവസ്ഥകൾ. ഒരിക്കലും സേഫ് സോണിലൂടെ മാത്രം സഞ്ചരിക്കാൻ മനുഷ്യന് കഴിയില്ല എന്ന പാഠവും ഗുരുതരമായ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയും അദ്ദേഹത്തിന് ദൈവം നൽകിയത് ഒറ്റയ്ക്കുള്ള അപകടകരമായ യാത്രകളിലൂടെയാണ്. എൻ്റെ യാത്രകൾ വിലയിരുത്തുമ്പോൾ പലരും പറയും, എന്തൊരു സുഖകരമായുള്ളൊരു ജീവിതമാണ് സുരേഷിൻ്റെ. ചുമ്മാ വെറുതെ പല രാജ്യങ്ങൾ കാണാം, കുറേ പാട്ട് കേട്ട് പോകാം, നല്ല മനുഷ്യരെ കാണാം, നല്ല സ്ഥലങ്ങൾ കാണാം. അപ്പോൾ ഇത് അവർക്ക് ഈ യാത്രയിലുള്ള ചാലഞ്ചസ് ഒന്നും അവരുടെ മനസ്സിൽ വരത്തില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും ഓരോ സംഗതികൾ, ഓരോ ഇൻസിഡൻസും നമ്മൾ നെറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കുള്ള ആ ചാലഞ്ചസ് കൂടുതലും നമ്മൾ സാധാരണ പറയാറില്ല, പക്ഷേ എന്ത് നല്ല അനുഭവങ്ങളുണ്ടായി എന്നുള്ളതേ പറയാറുള്ളൂ. പക്ഷേ ഓരോ യാത്രയിലും നമുക്ക് പല ചലഞ്ചസ് നേരിടേണ്ടി വരും. എൻ്റെ ട്രാൻസ് ഹിമാലയൻ ഹൈവേ ഒരു എക്സാമ്പിളാണ് അതിൻ്റെ. ഈ ട്രാൻസ് ഹിമാലയൻ ഹൈവേ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ ഈ രാജ്യങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ റൂട്ട് ജമ്മു ടു തേസു, ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് തേസു ഇൻ അരുണാചൽ പ്രദേശ്. ഇതാണ് സ്റ്റാർട്ടിങ്ങും എൻഡ് പോയിൻറ്റ്സും. ഈ യാത്രയിൽ എനിക്ക് 5 അപകടങ്ങളുണ്ടായി. അതിൽ 3 എണ്ണം ലൈഫ് ത്രെറ്റനിങ് ആയിരുന്നു. ഒരു മേജർ ഇൻസിഡൻ്റ് ഉണ്ടായത് ഉത്തരാഖണ്ഡിലെ ശ്രീനഗർ എന്ന് പറഞ്ഞ നഗരത്തിൽ നിന്ന് രുദ്രപ്രയാഗ് റൂട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ അവിടെ അലക്നന്ദ റിവർ നല്ല സ്ട്രോങ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഹിൽസും മൗണ്ടൻസും, ഹ്യൂജ് ഹിൽസ് ആൻഡ് മൗണ്ടൻസാണ് അവിടെ ഉള്ളത്. അതിന് ചുറ്റുമാണ് റോഡുകളുള്ളത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർലി ഒരു സ്ട്രോങ് വൈൻഡിങ് റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ മുകളിൽ നിന്ന് ചെറിയ ചരൽ റോഡിൽ വീഴുമ്പോഴത്തേക്കും നമുക്ക് സ്കിഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു പർട്ടിക്കുലർ വൈൻഡിങ് റോഡിൽ ഞാൻ കുറച്ച് അകത്തോട്ട് വണ്ടി എടുത്തു. ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരുന്ന ഒരു ടാക്സി ജീപ്പ്, അയാൾക്കും ഇങ്ങനെ ഈ ചെറിയൊരു ബോൾഡർ ഫാൾ കണ്ടതുകൊണ്ട് അയാളും കുറച്ച് വൈഡായിട്ട് എടുത്തു. പക്ഷേ അങ്ങനെ നല്ല സ്പീഡിലായിരുന്നു, 10-70 കിലോമീറ്റർ സ്പീഡിലായിരുന്നു. ഞാനൊരു 40 കിലോമീറ്റർ സ്പീഡിലായിരുന്നു. പക്ഷേ അങ്ങേരുടെ വണ്ടി അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്ന് എനിക്കിട്ട് സൈഡിൽ ഇടിച്ചിട്ട് എൻ്റെ വണ്ടി കംപ്ലീറ്റായിട്ട് ഡാമേജായി ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ത് ഈ അലക്നന്ദ റിവറിലേക്ക് പോകേണ്ട വീണ് പോകേണ്ട ഒരു സന്ദർഭമായിരുന്നു. പക്ഷേ ഒരു 2 അടി ഷോർട്ടായിട്ട് വണ്ടി നിന്നു. ഒരു വളരെ സ്കെയറി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വണ്ടി കംപ്ലീറ്റായിട്ട് ഡാമേജ്ഡായി. ടാക്സി ജീപ്പുകാരൻ, അവന് വലിയ ഡാമേജ് ഒന്നും വന്നില്ല. അങ്ങനെ വണ്ടി വിട്ടുപോയി. ഞാൻ ഫോർഡിൻ്റെ ഓൺ റോഡ് അസിസ്റ്റൻസിന് വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ദെഹ്റാദൂണിൽ നിന്ന് വേണമെങ്കിൽ വണ്ടി അയച്ചു തരാം, പക്ഷേ 10-25,000 രൂപയാകും വണ്ടി ടോ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഡെഹ്റാഡൂണിലേക്ക്. അപ്പം ഞാൻ ഓർത്തു, ഇത് ഈ ഇത്രയും പൈസ ചിലവാക്കുന്നതിന് പകരം ഈ ശ്രീനഗർ പട്ടണത്തിൽ പോയി അവിടെ ടോയിങ്ങിന് വേണ്ടിയുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് തിരക്കാമെന്ന് വിചാരിച്ചു.
ഞാനൊരു ടാക്സി അതിൽ പോകുന്ന ഒരു ടാക്സിയിൽ കയറി ശ്രീനഗർ പട്ടണത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ മനസ്സിലായി അവർക്ക് ഇതിനു വേണ്ടിയുള്ള സംവിധാനമൊന്നുമില്ല. അപ്പോൾ ഉച്ചയൂണും കഴിഞ്ഞ് തിരിച്ച് ഒരു ബസ്സിൽ തിരിച്ച് വണ്ടി ഇടുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്നെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്തു. വണ്ടി ഞാൻ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടെ മാറിയാണ് കിടന്നിരുന്നത്. നോക്കിയപ്പോൾ എൻ്റെ ഒരു 1.5 ലക്ഷം രൂപയുടെ ഇലക്ട്രോണിക് ഐറ്റംസ് അതിൽ നിന്ന് മിസ്സിങ് ആയിട്ടുണ്ട്. എൻ്റെ GoPro ക്യാമറ, സാംസങ് ഫോൺ, ഒരു ക്യാമറ ആൻഡ് എൻ്റെ ടാബ്, ഒരു 1.5 ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് സംഭവിച്ചു. പക്ഷേ ഇങ്ങനത്തെ ചാലഞ്ചസ് നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോകാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ബിക്കോസ് വണ്ടിയും ഡാമേജ്ഡായി, നമുക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ആരെങ്കിലും കട്ടുകൊണ്ട് പോകുക എന്ന് പറയുന്ന ഒരു ഫിസിക്കലി ആൻഡ് മെൻ്റലി ഡിസേബിളിങ് കണ്ടീഷനാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരേ ഒരു സ്ട്രെങ്ത് ഈസ് ഫ്രം അബവ്. നമ്മുടെ ഉള്ളിൽ ഒരു ധൈര്യം പകർന്നു തരുന്നത് അകത്തുനിന്നൊരു ഒരു ഇന്നർ വോയിസ് നമ്മളോട് പറയാം, സമാധാനിക്കൂ. ഇതിപ്പം എടുത്തുകൊണ്ട് പോയവർക്കായിരിക്കും ചിലപ്പം ആ എക്വിപ്മെൻറ്റ് കൊണ്ട് കൂടുതൽ യൂസ് ഉള്ളത്. യുവർ ഒബ്ജക്റ്റീവ് വിൽ ബി മെറ്റ് എന്നുള്ളൊരു ഇന്നർ വോയിസ് നമ്മളോട് സംസാരിക്കുമ്പോൾ എവിടുന്നോ ഒരു ധൈര്യം വരും. അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്നും റിക്കവർ ചെയ്ത് വണ്ടി റിപ്പയർ ചെയ്ത് ട്രാൻസ് ഹിമാലയൻ എക്സ്പെഡിഷൻ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒരു എൻട്രി മേടിച്ചതാണ്. ഒരു വലിയൊരു ചാലഞ്ച് തന്നെയായിരുന്നു അത്. മനുഷ്യനാൽ അതിജീവനം അസാധ്യമെന്ന് തോന്നിയേക്കാവുന്ന സങ്കീർണ ഘട്ടങ്ങൾ ഏത് നിമിഷവും ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ദൈവമഹത്വം ഗ്രഹിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയുടെയും ദൈവിക ഇടപെടലിൻ്റെയും ശക്തി തിരിച്ചറിയുവാനുള്ള ഘട്ടങ്ങളാണ് അവ. പ്രാർത്ഥനയുടെ വലുപ്പം അത് നമ്മൾ പലപ്പോഴും അനുഭവിച്ചറിയുകയുള്ളൂ. എന്തുമാത്രം മറ്റുള്ളവർ പറഞ്ഞു തന്നാലും നമ്മളത് നേരിട്ട് അനുഭവിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു വലുപ്പം അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് എനിക്ക് ട്രാൻസ് സൈബീരിയൻ ഡ്രൈവിൽ പോയപ്പോൾ ഉണ്ടായത്. ചൈനയിൽ നിന്നും റഷ്യയിലേക്ക് പോകാനായിട്ടുള്ള ബോർഡർ ചൈനയിൽ ഹുൻചുൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഗൈഡുമായി ഹുൻചുൻ ബോർഡറിലെത്തിയപ്പോഴത്തേക്കും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ പർട്ടിക്കുലർ റഷ്യൻ ബോർഡറിൽ കൂടെ ഫോറിനേഴ്സിന് കടക്കാനായിട്ടുള്ള അനുവാദമില്ലത്രേ. അതുതന്നെയല്ല, ഒരു ഫോറിൻ വണ്ടി അവരുടെ ബോർഡറിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകാൻ സമ്മതിക്കുകയില്ല. എന്തു ചെയ്യും? പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ യാതൊരു വഴിയുമില്ല. അപ്പോൾ ഈ ഗൈഡ് പറഞ്ഞു അവരുടെ കമ്പനി ഈ വണ്ടി ഒരു ട്രെയിലറിൻ്റെ മുകളിൽ അപ്പുറത്ത് കടത്തിത്തരാം, റഷ്യൻ ബോർഡറിൽ കടത്തിത്തരാം. അവിടെ എന്നിട്ട് അത് അൺലോഡ് ചെയ്യാനായിട്ടുള്ള വ്യവസ്ഥയും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു റെസ്ട്രിക്ഷൻ അവർക്കുമുണ്ട്. ഇത് റഷ്യൻ ബോർഡറിലേക്ക് കടക്കുമ്പോൾ റഷ്യൻസ് ഈ വണ്ടി അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് തീർച്ചയല്ല. അവർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രോബ്ലം, എനിക്ക് തിരിച്ച് ചൈനയിലേക്ക് വരാനായിട്ടുള്ള അനുവാദമില്ല. വിസ സിംഗിൾ എൻട്രി വിസയാണ്. റഷ്യയിലേക്ക് കടക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ നോ മാൻസ് ലാൻഡിൽ തന്നെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നവരെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ചൈന ടൂർ ഏജൻസി അവർ പറഞ്ഞു, നിങ്ങളവിടെ റഷ്യയിൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ചൈനീസ് ബോർഡർ കടക്കാവൂ. അപ്പോൾ ആരെ കോൺടാക്റ്റ് ചെയ്യും? ചൈനയിൽ അറേഞ്ച്മെൻറ്റ്സ് നടത്താൻ അവിടെ ആരെങ്കിലും നമ്മൾ ബോർഡർ ക്രോസിങ്ങിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിങ്ങനെ ആലോചിച്ചു, ആരോട് സംസാരിക്കാൻ പറ്റും, ആരെ കോൺടാക്റ്റ് ചെയ്താൽ ഇത് നടക്കും. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്നത്, എൻ്റെ കമ്പനിയുടെ ചെയർമാനായ മിസ്റ്റർ അലി അഷ്റഫ്, അങ്ങേര് കസാഖ്സ്ഥാനിലാണ് അങ്ങേരുടെ ബിസിനസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങേർക്ക് ഈ റഷ്യൻസുമായിട്ട് ഒത്തിരി കോൺടാക്ട്സ് ഉണ്ടെന്നുള്ളത് അറിയാം. അപ്പം ഞാൻ അങ്ങേരെ ഒരു മെയിൽ അയച്ചു. പക്ഷേ ജിമെയിൽ ചൈനയിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട് അത് ബൗൺസ് ചെയ്തു. എങ്ങനെ കോൺടാക്റ്റ് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് മിസ്റ്റർ അലി അഷ്റഫിൻ്റെ ഫോൺ കോൾ വാട്സാപ്പിൽ കിട്ടുന്നു. അത് വലിയ വിചിത്രമായിട്ട് ശരിക്കും ഒരു മിറക്കിൾ നടന്നതാണ്. ബിക്കോസ് വാട്സാപ്പും ജിമെയിലും ഒന്നും ചൈനയിൽ വർക്ക് ചെയ്യുന്നതല്ല.
പക്ഷേ എനിക്ക് അങ്ങനെയുടെ ഒരു കോൾ, എങ്ങനെ പോകുന്നു, ടൂർ എങ്ങനെ പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ മിസ്റ്റർ അലിയെ വിളിക്കാനിരിക്കുമായിരുന്നു. എന്തു പറ്റി? ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു സഹായം വേണം, റഷ്യൻ ബോർഡറിൽ ഹെൽപ്പ് വേണം. പറഞ്ഞു, ഞാനൊന്ന് ശ്രമിക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആരെങ്കിലും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് SMS-ലോ എങ്ങനെയെങ്കിലും ഞാൻ അറിയിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ മിസ്റ്റർ അലി അഷ്റഫ് എനിക്ക് ഒരു കോൺടാക്റ്റ് അവിടെ വ്ളാഡിവോസ്റ്റോക്കിൽ നിന്ന് ബോർഡറിൽ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ടും ഈ ചൈനീസ് അതോറിറ്റീസ് പറഞ്ഞു, അത് കൺഫേം ചെയ്യാതെ നമുക്ക് വണ്ടി ഇവിടുന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ജൂൺ 2 ഞാൻ ബോർഡർ ക്രോസ് ചെയ്യാനായിട്ടിരുന്നത്. അന്ന് രാവിലെ എൻ്റെ മനസ്സിലെത്തിയത്, എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഒരു അമ്മായിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവരെ പറ്റിയായിരുന്നു അന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ ചിന്തിച്ചത്. ഞാൻ ഓർത്ത് എങ്ങനെയെങ്കിലും ഈ അമ്മായിയെ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് എനിക്ക് ഞാനിങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ്, അതിനുവേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർത്ത് ഇരുന്നപ്പോഴാണ് ഈ ചൈനീസ് ഗൈഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ, വെളിയിൽ ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ കോൾ വേണമെങ്കിൽ ചെയ്തോളൂ. ഞാൻ വിളിച്ചത് എൻ്റെ അമ്മായിയെയാണ്. അമ്മായിയോട് വിളിച്ച് ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ്, എനിക്കിന്ന് ബോർഡർ ക്രോസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എൻ്റെ ട്രാൻസ് സൈബീരിയൻ ഡ്രൈവ് മുഴുവൻ റീറൂട്ട് ചെയ്യേണ്ടി വരും, എനിക്ക് പല ബുക്കിങ്സ് ചെയ്തതെല്ലാം അതിൻ്റെ പൈസ എല്ലാം പോകും. എടുത്ത വായിക്ക് എൻ്റെ അമ്മായി പറഞ്ഞത്, ഒന്നും വരികയില്ല മോനെ, നീ പൊയ്ക്കോ, ഇന്ന് നിനക്ക് യാതൊരു പ്രോബ്ലം ഇല്ലാതെ നിനക്ക് ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റും. ആ ഒരു വാക്ക്, ആ പ്രാർത്ഥനയോടെയുള്ള ആ ഒരു എന്താ പറയുക, നമുക്കൊരു ഇൻസ്പിറേഷൻ തരുന്ന ആ ഒരു വാക്കുകൾ, അത് കഴിഞ്ഞിട്ട് നടന്നിട്ടുള്ള സംഭവം, അടുത്ത ഒരു 5 മണിക്കൂർ കൊണ്ട് യാതൊരു പ്രോബ്ലവും ഇല്ലാതെ, ടെൻഷൻ ഉണ്ടായിരുന്നു എങ്കിലും വേറെ യാതൊരു പ്രോബ്ലവും ഇല്ലാതെ ആ ബോർഡർ കടക്കാൻ പറ്റി. മുൻചുനിയിൽ നിന്ന് ക്രാസ്കനോയിൽ പോയി, അവിടെ റഷ്യയിൽ നിന്നുണ്ടായിരുന്ന മിസ്റ്റർ അലി അറേഞ്ച് ചെയ്ത് ആ കോൺടാക്റ്റ് വന്നു. വണ്ടി ട്രെയിലറിൽ നിന്ന് താഴെ ഇറക്കി വെച്ച് വ്ളാഡിവോസ്റ്റോക്കിലേക്ക് പോയി, അവിടുന്ന് ട്രാൻസ് സൈബീരിയൻ ഹൈവേ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്, ആ പ്രാർത്ഥനയുടെ വലിപ്പവും ദൈവത്തിൻ്റെ സാമീപ്യവും കൊണ്ട് മാത്രമാണ് ആ യാത്ര സഫലീകരിച്ചത്. പോലീസ് ഓഫീസറായിരുന്ന പിതാവിൽ നിന്നുമാണ് യാത്രകളെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് ബാലനായിരിക്കെ തന്നെ സ്വായത്തമാക്കുവാൻ സുരേഷിന് കഴിഞ്ഞത്. അക്കാലത്തെ തന്നെ അമ്മയുടെ ഇടപെടലുകളും തുടർന്നുള്ള വിവിധ ജീവിത സാഹചര്യങ്ങളും യാത്രകളെ വലിയ അഭിനിവേശമാക്കി ആ മനസ്സിൽ നിലനിർത്തി. യാത്രയിൽ താല്പര്യം വളർത്തിയെടുത്തത് എൻ്റെ മാതാപിതാക്കളാണ്. അച്ചാച്ചൻ പോലീസിൽ ജോലി ചെയ്തിരുന്നപ്പോൾ വളരെ തിരക്കേറിയ ദിവസങ്ങളായിരുന്നു എല്ലാ ദിവസവും. പക്ഷേ എങ്കിലും എല്ലാ ക്രിസ്മസ് സമയത്തും ഒരു 15 ദിവസത്തെ അവധിയെടുത്ത് ഞങ്ങൾ പിള്ളേരെയും ഭാര്യയും കൂട്ടി മദ്രാസിന് പോകുമായിരുന്നു. ഇതൊരു 1965 തൊട്ട് ഒരു 8 വർഷമോളം തുടർച്ചയായി എല്ലാ വർഷവും ക്രിസ്മസിന് ഞങ്ങൾ വണ്ടിയിൽ, കാറിൽ ട്രിവാൻഡ്രത്ത് നിന്ന് ചെന്നൈക്ക്, ഇപ്പം ചെന്നൈ എന്ന് പറയുന്ന മദ്രാസി പട്ടണത്തിലേക്ക് പോകുമായിരുന്നു. വളരെ കുട്ടിനാളിലെ ഇങ്ങനെ ഈ യാത്രയിൽ പോകുമ്പോഴത്തേക്കും പഠിക്കാനായിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങൾ വന്നിരുന്നു. അതിൽ ആദ്യമായി ഉണ്ടായിരുന്നത് അമ്മ ഞങ്ങളെ ഒരു യാത്രയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്നുള്ളതായിരുന്നു. അന്നൊക്കെ ഈ യാത്ര പോകുമ്പോഴത്തേക്കും ടേപ്പ് റെക്കോർഡേഴ്സും ഒന്നുമില്ല, കാറിൽ അങ്ങനത്തെ ഒരു സംവിധാനമില്ല. അതുകൊണ്ട് ഒരു വലിയൊരു ടേപ്പ് റെക്കോർഡറും അതിൻ്റെ അകത്ത് കുറേ പാട്ടുകളും എല്ലാം ടേപ്പിൽ റെക്കോർഡ് ചെയ്ത്, പിന്നെ വഴിക്ക് കഴിക്കാനായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെ ഏകദേശം ഒരു മാസത്തെ പ്രിപ്പറേഷനാണ്. എന്നിട്ട് ഇതെല്ലാം ഓരോ ബാഗിലാക്കി ഞങ്ങൾക്ക് ഇടാനുള്ള വസ്ത്രങ്ങളും എല്ലാം പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണെന്നുള്ള അന്ന് അമ്മച്ചിയുടെ ഈ ടീച്ചിങ്ങിൽ നിന്നാണ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ളത്. കാലങ്ങൾ കടന്നു, മദ്രാസിലുള്ള യാത്രകളെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ പഠിക്കാനായിട്ട് ചെന്നൈയിലും ഡൽഹിയിലുമൊക്കെ പോയി. അത് കഴിഞ്ഞ് റെയിൽവേയിൽ ജോലി കിട്ടി. അതിൽ ട്രെയിനിങ് പീരീഡ്, ഒരു 2 വർഷം ഞങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ്. അപ്പം ഇന്ത്യ എല്ലാം
ചുറ്റിക്കറങ്ങി പല റെയിൽവേ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും കാണാനായിട്ട് വേണ്ടിയുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അന്നേരം ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങൾ, പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലങ്ങൾ, ഇവിടെയെല്ലാം പോയി വിസിറ്റ് ചെയ്ത് ബാക്ക് പാക്ക് ചെയ്ത് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. ഇത് തന്നെ പിന്നെയും നമ്മുടെ ട്രാവലിനെ ഒന്ന് ഇൻട്രസ്റ്റ് സ്പാർക്ക് ചെയ്യാണ്. പക്ഷേ അത് കഴിയുമ്പോഴത്തെ റെയിൽവേയിൽ വളരെ ടഫായിട്ടുള്ള ജോലിയാണ്. 16-18 മണിക്കൂർ ജോലി ചെയ്യുന്ന ദിവസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടൊരു ട്രാവൽ ഒരു പാഷനായിട്ട് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ട ആ ഒരു സമയമല്ലായിരുന്നു, കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമായിരുന്നു. അത് കഴിഞ്ഞൊരു 25 വർഷം കടന്നുപോയി. റെയിൽവേയിൽ നിന്ന് ഞാൻ റിട്ടയർമെൻറ്റ് എടുത്തു. വളരെ റിട്ടയർമെൻറ്റ് എടുത്തിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തു. ആ പ്രൈവറ്റ് കമ്പനി വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഡെവലപ്പ് ചെയ്യുന്നൊരു പ്രോജക്റ്റായിരുന്നു. ആ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആ ഒരു 10-25 വർഷത്തെ എൻ്റെ ട്രാവലിൻ്റെ എനിക്ക് ഉണ്ടായിരുന്ന പല ആകാംക്ഷകളും എനിക്ക് ഉണ്ടായിരുന്ന ആ ഡ്രീംസും ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു 1.5 വർഷം മാറ്റി വെക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഇപ്പോൾ 2010 DP വേൾഡിൽ നിന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വന്നു ഇങ്ങനെ യാത്ര ഇപ്പം ഞാനത് യാത്രയ്ക്ക് ഇനി ഒരുങ്ങിയില്ലെങ്കിൽ കൂടുതൽ വയസ്സാകുന്നു, പ്രായമാകുന്നു, നമ്മൾ ഒപ്പീനിയനേറ്റഡ് ആകുന്നു, നമുക്ക് പല ഹാൻഡിക്യാപ്സും ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ അന്ന് October 1st, 2010 എൻ്റെ ആദ്യത്തെ ലോങ് ട്രിപ്പ് ഞാൻ നടത്തുന്നത്. ആ ലോങ് ട്രിപ്പ് എന്നെ 124 ദിവസം ഒരു മാരുതി സ്വിഫ്റ്റിൽ ഒറ്റയ്ക്ക് ഇന്ത്യ മുഴുവൻ 28 സ്റ്റേറ്റ്സും 17 റെയിൽവേ ഹെഡ് ക്വാർട്ടേഴ്സും ചുറ്റി കണ്ടു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ലോങ് ഡിസ്റ്റൻസ് ഒറ്റയ്ക്കുള്ള യാത്ര. തീരെ സങ്കുചിതമായി പോകുന്ന മനുഷ്യ മനസ്സുകൾ അനവധി സങ്കീർണ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറുന്ന ഈ കാലത്ത് വിദൂരതകളിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെയും സംസ്കാരങ്ങളെയും ഈ ലോകത്തെ തന്നെയും അടുത്തറിയുകയാണ് അവയെ അതിജീവിക്കുവാനും സമൂഹത്തെ സമാധാനത്തിലേക്ക് നയിക്കുവാനുമുള്ള മാർഗം എന്നതാണ് സുരേഷ് ജോസഫ് തൻ്റെ യാത്രകളിൽ നിന്ന് ലോകത്തിന് നൽകുന്ന പാഠം. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം ഇൻടോളറൻസും ഇറവറൻസും ഉള്ള ഒരു എൻവയൺമെൻറ്റാണ്. അതിൻ്റെ ഒരു കാരണം ഇപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ഒരു വ്യൂ പോയിൻറ്റോ അവരുടെ ഭക്ഷണശൈലിയോ അവരുടെ കൾച്ചറോ ചിലപ്പോൾ അവരുടെ ആർട്ട് പോലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് നമ്മൾ പല വ്യൂ പോയിൻറ്റ്സ് തന്നെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ വിസമ്മതിക്കുന്നു. പക്ഷേ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അവരവരുടെ എൻവയൺമെൻറ്റിൽ ഡിഫറെൻറ്റ് കൾച്ചേഴ്സും ഡിഫറെൻറ്റ് ആർട്ട് സ്റ്റൈൽസും ഫുഡും ഡ്രസ്സിങ് സ്റ്റൈൽസും എല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് തന്നെ വികസിച്ച് പല എൻവയൺമെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്ത് മനുഷ്യരെല്ലായിടത്തും ഒന്നു തന്നെയാണെന്നുള്ള ആ ഭാവം നമ്മളിൽ അത് പതിഞ്ഞു ചേരും. എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണിത്. ഇന്ത്യയിൽ മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിൽ യാത്ര ചെയ്തപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന ഈ ഒരു ആശയമാണ്. മാൻ ഇസ് ദ സെയിം എവ്രിവെയർ വിച്ച് എവർ പാർട്ട് ഓഫ് ദ വേൾഡ് ഹി ഈസ് ഇൻ. രണ്ടാമത്തെ റീസൺ, നമ്മുടെ കംഫർട്ട് സോണിൽ തന്നെ ഒതുങ്ങിത്തീരാതെ നമ്മുടെ കംഫർട്ട് സോൺസ് ചാലഞ്ച് ചെയ്ത് വേറെ പുതിയ രാജ്യങ്ങളും സ്ഥലങ്ങളും കണ്ട് പല ഡിഫിക്കൽട്ടീസും അനുഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് റിസ്ക് ടേക്കിംഗ് എബിലിറ്റി നമ്മുടെ ഇൻക്രീസ് ചെയ്യും. അതിനുവേണ്ടി തന്നെ ഈ യാത്ര ഒരു വലിയൊരു പ്രചോദനമാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും യങ്സ്റ്റേഴ്സിനോടുള്ള ഒരു അഡ്വൈസായിട്ട് തന്നെ ഞാൻ കൊടുക്കുന്നത്, യാത്ര ചെയ്യണം. ചെറുപ്പത്തിലായാലും എത്ര വയസ്സ് കടന്നു കഴിഞ്ഞാലും ഒരിക്കലും യാത്ര മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റരുത്. ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് മേക്സ് യു ഡ്രീം ആൻഡ് ഇറ്റ് ഈസ് ഡ്രീംസ് ദാറ്റ് മേക്സ് ദ മാൻ. ലോകത്തെ അടുത്തറിയുക എന്നാൽ അതിൻ്റെ സൃഷ്ടാവായ ദൈവത്തോട് സമീപസ്ഥനാവുക എന്നാണ്. പ്രതിസന്ധികൾക്ക് മധ്യേയുള്ള സ്വയാവബോധം ദൈവത്തിൻ്റെ അനന്തപരിപാലനയുടെ കരം ഒപ്പമുണ്ടെന്ന തിരിച്ചറിവാണ്. സങ്കീർണമായ മനുഷ്യപ്രകൃതിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണമായ ലാളിത്യത്തിലേക്കുള്ള വളർച്ചയാണ് മനുഷ്യൻ്റെ
യഥാർത്ഥ ഉയർച്ച. അതിനുള്ള മാർഗം ഒന്നേയുള്ളൂ: കണ്ണുകൾ തുറക്കുക, ഹൃദയത്തെ അല്പം കൂടി വിശാലമാക്കുക, ലോകത്തിലേക്ക് ഇറങ്ങുക. ഈ യാത്രികൻ്റെ ഡയറി കുറിപ്പുകളിലെ അവസാന സന്ദേശമാണ് ഇത്.